എല്ലാവർക്കും ഒരിക്കൽ കൂടി ട്വിൻ ഗേൾസ് കാത്തു ആൻഡ് ചക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇൻസ്റ്റൻറ്റ് രസമലായിയാണ്. ഒതൻറ്റിക്കായി രസമലായി ഉണ്ടാക്കുന്നത് പാല് പിരിച്ചെടുത്ത് കുറേയേറെ പ്രോസസ്സുകളുള്ള ഒരു രീതിയാണ്. നമ്മളിവിടെ കാണിക്കുന്നത് പാൽപ്പൊടി വെച്ച് ഇൻസ്റ്റൻ്റായി എങ്ങനെ രസമലായി ഉണ്ടാക്കാമെന്നുള്ളതാണ്. 2 വ്യത്യസ്ത ഫ്ലേവറിലുള്ള രസമലായിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ഇതിനായി ആദ്യം വേണ്ടത് 1 കപ്പ് പാൽപ്പൊടി, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കൂടാതെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 മുട്ട, 4-5 ബദാം പരിപ്പ്, കുറച്ച് പിസ്ത, 1 ടീസ്പൂൺ റവ. ഇനി വേണ്ടത് 1/2 ലിറ്റർ പാലും, പിന്നെ വേണ്ടത് ഒരു 5-6 ഏലക്കായും കൂടെയാണ്. ഇനി മാവ് കുഴയ്ക്കാനായി ഒരു വലിയ പാത്രത്തിലേക്ക് ആദ്യം പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മൈദ, നെയ്യ്, റവ, ബേക്കിംഗ് പൗഡർ, ബീറ്റ് ചെയ്ത മുട്ട ഇവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഒരു സ്പൂണോ കയ്യോ എന്തെങ്കിലും വെച്ച് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സ്പൂണിനെക്കാട്ടിലും സൗകര്യം കൈ കൊണ്ട് തന്നെ ഇളക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ കൈ കൊണ്ട് ഇളക്കാൻ പോവുകയാണ്. മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ടയുടെ വെള്ളം തന്നെ ആവശ്യത്തിനുണ്ട്. അത് നന്നായി കുഴച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പം കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ആ സമയത്ത് കയ്യിൽ ഒരല്പം നെയ്യ് തൂത്തതിന് ശേഷം കുഴച്ചെടുത്താൽ മതി. മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ രസമലായിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ജ്യൂസ് തയ്യാറാക്കാനായി നമുക്കിതുപോലെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരുന്ന 1/2 ലിറ്റർ പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പാട കെട്ടും മുകളിലേക്ക്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊന്ന് മെൽറ്റായി വരണം. ഇപ്പോൾ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ പാലുമായിട്ട് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഏലക്ക പഞ്ചസാരയുമായിട്ട് ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ബദാം പരിപ്പും പിസ്തയും ഇതുപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൻ്റെ അടുത്തേക്ക് പോകാം. ഇനി നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കണം. ഇതുപോലെ കുറേശ്ശെ മാവെടുത്ത് ഉരുട്ടി കൊടുക്കണം. ആദ്യം ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. എന്നിട്ട് കൈ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണം. ഒത്തിരി പ്രസ് ചെയ്യേണ്ട, അങ്ങ് ഫ്ലാറ്റ് ആക്കണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരെണ്ണം കൂടെ നമുക്കതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മുഴുവൻ മാവും ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാല് നന്നായി ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ.
ഇതാ കണ്ടോ, ഇപ്പോൾ ബോൾസൊക്കെ നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മളങ്ങ് കൂടെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോകാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം എന്താ, പാല് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരല്പം കൂടി തിക്കായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ കണ്ടോ, നമ്മൾ ആദ്യം ഇട്ട ബോൾ ഇപ്പം ഇത്രയും വലിപ്പമായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ രസ്മലായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം. ഇപ്പം ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് സെറ്റാക്കിയെടുക്കാം. ഫ്രിഡ്ജ് വെക്കേണ്ട എന്നുള്ളവർക്ക് ഇതിങ്ങനെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ ദാ പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ആ പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. രണ്ടും കൂടെ ചേർത്ത് കഴിക്കണം, അപ്പോഴും നല്ലൊരു ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് കൂടിയാണിത്. അടുത്തതായി നമുക്ക് പിസ്ത ഫ്ലേവറിൽ എങ്ങനെ രസ്മലായി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുൻപായി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണുണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്ത ശേഷം ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് അമർത്തി കൊടുക്കുക. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോ അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. പിസ്ത ഫ്ലേവറിൽ രസ്മലായി ഉണ്ടാക്കുമ്പോഴും നമ്മൾ ആദ്യം ചെയ്ത ഏലക്ക ചേർത്ത രസ്മലായി ഉണ്ടല്ലോ, അതേ പ്രോസസ്സുകൾ തന്നെയാണ്. ഇൻഗ്രീഡിയൻസും അത് തന്നെയാണ്. വ്യത്യാസമുള്ളത് പിസ്ത ഫ്ലേവർ ചേർക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ജസ്റ്റ് ആ പ്രോസസ്സ് ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിസ്ത ഫ്ലേവർ ചേർക്കുമ്പോൾ ആദ്യത്തേതിൽ നിന്ന് വ്യത്യാസമായി ഏലക്ക ചേർക്കേണ്ട ആവശ്യമില്ല. റീക്യാപ്പ് പോലെ ആ പ്രോസസ്സ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ. പാൽപ്പൊടിയിലേക്ക് നമ്മൾ മുട്ട വരെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇതിലേക്ക് 1 ടീസ്പൂൺ പിസ്ത ഫ്ലേവർ കൂടി ചേർത്ത് കൊടുക്കാം. മാവ് നന്നായി കുഴച്ചെടുക്കാം. ഇപ്പം മാവ് നല്ല ഗ്രീൻ കളറിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഡൗ ചെറിയ ബോളുകളായി ഉരുട്ടിയെടുത്തിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ പാല് ആദ്യത്തെ റെസിപ്പിയിലെ പോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം പാലൊക്കെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി പിസ്ത ഫ്ലേവർ രസ്മലായും കൂടെ ഒന്ന് കഴിച്ചു നോക്കിക്കോളൂ. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്താം.